നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഇപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് മലപ്പുറത്തുകാർക്ക് പോലും തോന്നി തുടങ്ങിയത്. അതായത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ പ്രത്യേക മത നിയമങ്ങൾ ഉണ്ടെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴത്തെ മലപ്പുറത്തെ ഒരു സർക്കാർ ഉത്തരവ് കാണുമ്പോഴാണ്. കശ്മീരും കേരളവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് കാണിക്കുകയാണ് ഇപ്പോൾ വന്ന ഒരു വാർത്ത. അവിടെ ഒരു മതവിഭാഗത്തെ തിരഞ്ഞായിരുന്നു ആക്രമണമെങ്കിൽ ഇവിടെ ഇത് മറ്റൊരു രൂപത്തിൽ പുറത്തു വരുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ സംഭവം നടന്നത് ഏപ്രിൽ 20-നാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ചുരുക്കം ചില മാധ്യമങ്ങൾ. മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കാൻ നോക്കിയ ഒരു മലപ്പുറം ശ്രമം എന്താണെന്നല്ലേ? മലപ്പുറം വിദ്യാഭ്യാസ ഉപജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഒരു ഉത്തരവാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സ്കൂളുകൾക്ക് അയച്ച ഉത്തരവിൽ വിവാദമാകാൻ മാത്രം എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള എന്നാൽ ആദായ നികുതി അടയ്ക്കാത്തവരുടെ പേര് വിവരങ്ങൾ അറിയിക്കുക എന്നതാണ് ഈ ഉത്തരവ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിങ്ങളുടെയോ അതുപോലെ ഹിന്ദുക്കളുടെയോ പേരുകൾ പറയാൻ പറഞ്ഞിട്ടില്ല, മറിച്ച് ക്രിസ്ത്യാനികളുടെ പേര് പറയണം. അതായിരുന്നു വിവാദ ഉത്തരവ്. ഇത് വിവാദമായതോടെ അമളി പറ്റി എന്ന് മനസ്സിലാക്കിയ ഡയറക്ടർ ഉത്തരവ് പിൻവലിച്ചു. ഇപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു കാര്യം, അതായത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടുത്തെ പ്രത്യേക മത നിയമങ്ങൾ ഉണ്ടെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അന്ന് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എന്തൊക്കെ പുകിലായിരുന്നു. ഏതെങ്കിലും സ്കൂളിൽ ആദായ നികുതി അടയ്ക്കാത്ത ജോലിക്കാർ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? എന്തിനാണ് ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദു എന്ന രീതിയിൽ വേർതിരിച്ച് കാണുന്നത്? അങ്ങനെ ഒരു ഉത്തരവിറക്കുന്നതും സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നതും എന്നാൽ ആദായ നികുതി അടയ്ക്കാത്ത ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ അറിയിക്കുക എന്ന് ലളിതമായി പറയാൻ പറ്റുന്ന ഒരു കാര്യത്തെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന സാഹചര്യം ഇത് ആദ്യമായാണ് കേൾക്കുന്നത്. അതും മതേതരത്വത്തിന്റെ ഊറ്റില്ലം എന്നൊക്കെ മുസ്ലിം ലീഗുകാർ നാഴികയ്ക്ക് 100 വട്ടം പറയുന്ന മലപ്പുറത്ത് നിന്നും. കശ്മീരിലെ ഭീകരവാദത്തിന്റെ വാർത്തയിൽ ഈ വാർത്ത കൂടി മുക്കാനാണ് ഇവിടത്തെ മാപ്രകൾക്ക് താല്പര്യം. മലപ്പുറം സംബന്ധിച്ച് എല്ലാ വാർത്തകളും അവർ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളതും. എന്നാൽ നിങ്ങൾ എത്ര ഒളിച്ചു വെച്ചാലും സാധാരണ ജനങ്ങൾ അത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.